ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും ഭാഗ്യമുള്ള കാലം, നമ്മുടെ തിരുസഭയുടെ ആത്മീയ യാത്രയിലെ ഏറ്റവും വിശുദ്ധമായ കാലം, പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആത്മവിജയം കൊണ്ടുവരുന്ന ഒരു ദിവ്യയാത്രയായി ഈ നൊയമ്പുകാലം നമുക്ക് അനുഭവപ്പെടുന്നു. കർത്താവിന്റെ കഷ്ടാനുഭവത്തിലൂടെ നമ്മുടെ വ്യക്തിഗത കഷ്ടതകളും പ്രയാസങ്ങളും അലിഞ്ഞ് ഇല്ലാതായി തീരുന്നു. കാരണം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തവനായ നമ്മുടെ നല്ല ഇടയൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മളും ആത്മീയമായും മാനസികമായും ശക്തരായി തീർന്നിരിക്കുന്നു. ഈ കഠിന യാത്രയിൽ അതിനായി നാം ഉപയോഗിച്ച അത്ഭുത മാർഗങ്ങളാണല്ലോ ദാനധർമ്മം, ഉപവാസം, പ്രാർത്ഥന എന്നിവ. ഇവ മൂന്നും നമ്മുടെ അഹങ്കാരത്തെ തകർത്ത് ദൈവത്തെ പിന്തുടരുവാനുള്ള മാർഗമായി നാം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. ദാനധർമ്മത്തെപ്പറ്റി നാം ചിന്തിച്ചാൽ മറ്റുള്ളവരിലൂടെ ദൈവത്തെ കാണാനുള്ള മാർഗമായി നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ദാനധർമ്മം രഹസ്യമായിരിക്കട്ടെ, അപ്പോൾ നിനക്ക് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം തരും. പ്രിയരെ, നാം കൊടുക്കുന്ന ഓരോ തുള്ളി കരുണയും ദൈവത്തിന്റെ മഹാദയയുടെ പ്രതിബിംബമാണ്. ദാനധർമ്മം വെറും സമ്പത്തിന്റെ പങ്കിടലല്ല, മറിച്ച് അത് നമ്മുടെ ഹൃദയത്തെ ദരിദ്രരിലേക്കും അവഗണിക്കപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും കടന്നു ചെല്ലുവാനുള്ള ഒരു കവാടമായി നാം അതിനെ കണക്കാക്കണം. അതുപോലെ ഇനിയും ഉപവാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുന്ന ആഹാരമാണ്. അമിതമായി നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് ശക്തി നൽകുന്നു, എന്നാൽ അത് നമ്മുടെ ആത്മാവിനെ ശുഷ്കമാക്കുകയുള്ളൂ. ഉപവാസം നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും നാം വായിക്കുന്നു: നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിനായി ജീവിക്കുവാൻ ഈ നൊയമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടണം. അതുപോലെ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞാൽ, പ്രാർത്ഥന എന്നാൽ ദൈവവുമായുള്ള ഹൃദയ സംഭാഷണമാണ്. നൊയമ്പുകാലത്തെ പ്രാർത്ഥന വിശ്വാസത്തിന്റെയും കൃപയുടെയും ഉറവിടമാണ്. ഓരോ യാമ പ്രാർത്ഥനയും ദൈവത്തോട് ആഴത്തിലുള്ള ആത്മബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. വീണ്ടും നാം മത്തായിയുടെ സുവിശേഷം വിശകലനം ചെയ്യുമ്പോൾ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ വാക്യങ്ങളിലെല്ലാം പൊതുവായി എന്നെ ആകർഷിച്ചത് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം ഇവയെല്ലാം രഹസ്യത്തിലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചുവോ എന്താണ് ഇതിന് കാരണമെന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും പരസ്യമായ അംഗീകാരത്തിനല്ല, ദൈവസമാധാനത്തിനായി സത്യമായ ആത്മശുദ്ധിയോടെ ഇവയെല്ലാം നമ്മൾ നിറവേറ്റണം എന്നാണ് മത്തായി ശ്ലീഹ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. രഹസ്യത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവുമെല്ലാം ദൈവത്തിന് പ്രസാദകരമാകുന്നു. ആകയാൽ പ്രിയരെ, വിശുദ്ധ നൊയമ്പ് തീരുന്നതായ ഈ സന്ദർഭത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ പല ചോദ്യങ്ങളും ഇവിടെ ബാക്കി നിൽക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടവ: നാം ശരിക്കും ഉപവസിച്ചോ, അതോ വെറും ഭക്ഷണം മാത്രം ഒഴിവാക്കിയതേ ഉള്ളൂ? നമ്മുടെ ദാനധർമ്മത്തിലൂടെ നമ്മൾ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? ആത്മാർത്ഥമായി നാം പാവപ്പെട്ടവരെ സഹായിച്ചോ? നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തെ സ്പർശിച്ചോ, അതോ വെറും വാക്കുകളായിരുന്നു? നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറായോ? ഇതിനെപ്പറ്റിയെല്ലാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുമ്പോൾ ഈ വർഷത്തെ നൊയമ്പുകാലവും നമ്മളിൽ നിന്നും അകലുന്നു. പക്ഷേ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളും കർത്തവ്യങ്ങളും അനുസരിപ്പാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതം ഇനി നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമായി തീരണം. മാത്രമല്ല, മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാനുള്ള ഒരു വിളക്കായി ഭവിക്കുകയും ചെയ്യട്ടെ. ആത്മാവിനാൽ പുതുക്കപ്പെടുവാൻ ഈ വിശുദ്ധ നൊയമ്പും കർത്താവിന്റെ പീഡാനുഭവവും നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.